ഇത് 2023 കേട്ടൺ LXA ആണ്. വണ്ടി 2000 കിലോമീറ്റർ തികച്ച് ഓടിയിട്ടില്ല. 1900 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. പൊട്ടിക്കാതെ. ഇത് 2019 മോഡൽ ക്യുഡ് RXT ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വണ്ടി 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 2023 മോഡൽ ആൾട്ടോ കേട്ടൺ VXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 7,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കൂടുതൽ ഓടാൻ വേണ്ടിയുള്ള ടൈം ആയിട്ടില്ല. ഇത് 2022 മോഡൽ ഡ്രൈവർ RXZ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏകദേശം 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് അങ്ങനെ ഒന്നുമില്ല. ലോ കിലോമീറ്റർ 7 സീറ്റർ വണ്ടി സ്വന്തമാക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും നോക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇത് 2022 മോഡൽ സെലേറിയോ ZXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏകദേശം 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് അങ്ങനെ ഒന്നുമില്ല. മാരേജിൻ്റെ സർവീസിൻ്റെ ഉള്ള വണ്ടിയാണ്. ഇത് 2023 വെന്യൂ കാപ്പ S ആണ്. 1.2 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് അങ്ങനെ ഒന്നുമില്ല. വണ്ടി നീറ്റായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വീഡിയോ ഒക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. ഇപ്പോൾ നമ്മൾ വന്നേക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഏറ്റവും പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കാർ ആൻഡ് ബൈക്കിൻ്റെ കൊട്ടാരക്കര ഷോപ്പിലാണ്. അതായത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികൾ 2013 ശേഷമുള്ള നോക്കുന്ന നല്ല അധികം ഓടാത്ത അധികം കൈമറിയാത്ത വണ്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ തരം പ്രേക്ഷകർക്കും കാണാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയിരിക്കും. ഇതിലെല്ലാം ഉപരി ഒരു യൂസ്ഡ് വണ്ടിക്ക് സാധാരണ ഷോപ്പുകളിൽ എത്ര വർഷം വാറണ്ടി ഉണ്ടെന്നുള്ളത് കറക്റ്റ് പറയാൻ പറ്റില്ല. അതായത് ഇപ്പോൾ ഒരു ട്രൂ വാലി ആണെങ്കിൽ തന്നെ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം, അതിനപ്പുറം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രൈവറ്റായിട്ടുള്ള സ്ഥാപനങ്ങളെ അങ്ങനെ കിട്ടത്തുമില്ലല്ലോ. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത പറയുന്നത് 2 വർഷം. ഇവിടുത്തെ ഒരു മെയിൻ സംഭവമായിട്ട് പുള്ളി പറയുന്നത് പോലും 2 വർഷത്തെ വാറണ്ടി അടക്കമാണ് കൊടുക്കുന്നത്. അപ്പം മറ്റ് കടകളിൽ കിട്ടുന്നതിനേക്കാൾ എന്തെങ്കിലും ഒരു ഫിനാൻസ് പരമായ അല്ലെങ്കിൽ എമൗണ്ട് പരമായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് ഈ 2 വർഷത്തെ വാറണ്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടികൾ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. യാതൊരു തര ഫ്ലഡ് വണ്ടികളോ ഇടിച്ച വണ്ടികളോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതൊരു 100% ഗ്യാരണ്ടിയാണ്. ഞാനും ഗ്യാരണ്ടി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഇവിടെ വന്ന് വണ്ടികൾ എടുക്കാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. പതുപോലെ ഈ ഷോപ്പിൽ വരുമ്പോൾ പതുപോലെ നമുക്ക് വണ്ടികളുടെ വിലവരം കാര്യമൊക്കെ പറഞ്ഞു തരുന്ന ഉണ്ണി വന്നിട്ടുണ്ട്. ഉണ്ണി ഇപ്പം ഞാൻ ഉണ്ണി എടുത്തങ്ങ് പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞേ, ചില ഷോപ്പുകളിൽ ചെല്ലുമ്പം ഞാൻ ആ ഓണറിൻ്റെ പേര് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ പേര് ഭയങ്കര കാര്യമായിട്ട് പറയുമ്പോഴത്തേക്കും ഇവർ പറഞ്ഞ ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഞാനും ഇതുമായിട്ടൊക്കെ എന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഉണ്ണി എന്നുള്ളത് നമ്മൾ എടുത്തങ്ങ് വെപ്പിച്ചത്. അതായത് പേര് ചോദിച്ച് പറഞ്ഞത് അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ടാണ്. അപ്പോൾ ഉണ്ണി, ഈ ഷോപ്പ് എവിടെയാണ് നിലയുള്ളത് എന്നുള്ളത് ഇത് കാണാത്ത ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി എന്ന് പറഞ്ഞു. നമ്മളിപ്പം കൊട്ടായക്കരയാണ്. കൊട്ടായക്കര ലോവർ കരിക്കോ എന്ന് പറയും. ഇവിടെ കൊട്ടായക്കര പുലമൺ ജംഗ്ഷൻ ട്രാഫിക് ജംഗ്ഷനിൽ വന്നിട്ട് തിരുവനന്തപുരം പോകുന്ന റൂട്ട് ഒരു 2 കിലോമീറ്റർ. പഴയ SR പമ്പ് ഇരുന്ന സ്ഥലം എവിടെയാണെന്ന് ഓട്ടോക്കാരോടോ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഷോറൂം ഏകദേശം ഒരു 3-3.5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് ചോദിച്ചാലും ആൾക്കാർക്ക് സുഖമായിട്ട് തന്നെ മനസ്സിലാവും. അടുത്ത ഞാൻ തുടക്കം കുറച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഷോപ്പിൻ്റെ പ്രത്യേകതകൾ, അതായത് ഈ 2 വർഷം വാറണ്ടി, ക്വാളിറ്റി, അത് ബേസ് ചെയ്ത് ജനങ്ങളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നമ്മളെ ഷോറൂമിന് പ്രത്യേകത എടുത്ത് പറയാനുള്ളത് 2 ഇയർ വാറണ്ടി തന്നെയാണ്. ഒരു യൂസർ കാറിനും 2 വർഷം വാറണ്ടി ആരും കൊടുക്കുന്നില്ല. എഞ്ചിനും ഗിയർ ബോക്സിനും AC കംപ്രസറിനും റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ കിലോമീറ്റർ ടാമ്പേഡ് ആയിട്ടുള്ളത് അപ്പുറം ഇടി കിട്ടിയ വണ്ടികൾ നമ്മളിവിടെ സെയിലില്ല. ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വണ്ടികൾ നമ്മളിവിടെ സെയിലില്ല. അതും നിങ്ങൾക്ക് വന്ന് ചെക്ക് ചെയ്തെടുക്കാവുന്നതാണ്. മെയിനായിട്ട് വണ്ടിയുടെ ക്വാളിറ്റിയും ഈ 2 ഇയർ വാറണ്ടി തന്നെയാണ് നമ്മളെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളെ ഇവിടെ കിടക്കുന്ന എത്ര തൊട്ടുള്ള വണ്ടികളാണ്? നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 245 തൊട്ട് വണ്ടികളുണ്ട്. ഏത് വർഷം തൊട്ടുള്ള? നമുക്ക് 2016 ഡാറ്റ്സൺ റെഡിഗോയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വണ്ടികൾ. അവിടെ നിന്ന് തൊട്ടുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ നോക്കിയിട്ട് വരാം. ചേട്ടാ, നമുക്ക് ഫസ്റ്റ് വണ്ടി ആയിട്ടുള്ളത് 2018 മോഡലിൽ നെക്സോൺ XZ ആണ്. 47,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. വണ്ടി 2 ഇയർ വാറണ്ടി തന്നെ കിടക്കുന്ന വണ്ടിയാണ്. വിലഭാഗം വരുമ്പോഴത്തേന് 695. സിംഗിൾ ഓണർ ആണോ? ഏതാണ് ചേട്ടാ? സിംഗിൾ ഓണർ ആണോ? സെക്കൻഡ് ഓണർഷിപ്പ്. അതെ. കിലോമീറ്റർ 47,000. ഇല്ല, വണ്ടിക്ക് വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഫുള്ള് ടാറ്റയുടെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? മൈലേജ് ഏകദേശം 15-നകത്ത്. 15-നകത്ത്. അതെ. ഡീസലാണോ? പെട്രോളാണ്. പെട്രോള്. ടയർ കണ്ടീഷനൊക്കെ ആ ഓടി ടയർ തന്നെയാണോ?
അല്ലല്ല, മാറ്റിയിട്ടുണ്ട്. ഇത് എത്ര ചോദിക്കുന്നത്? 695. ആദ്യം എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇറക്കാം? നമുക്കൊരു മിനിമം 60,000 ഉണ്ടെങ്കിൽ എടുക്കാം. 5 വർഷം ലോൺ സൗകര്യം കിട്ടുമോ? 5 വർഷത്തേക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റും. ഇതേ ഇപ്പം ഏത് വേരിയൻ്റ് ഏതാ ഈ വണ്ടി? XZ എന്ന് പറയുമ്പം ഫുൾ ഓപ്ഷൻ. ഇത് 2022 മോഡൽ വാഗനർ 1.2 ZX പ്ലസ് ആണ്. അലോയും കാര്യങ്ങളും വരുന്ന മോഡലാണ്. വണ്ടി 8000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടിക്കകത്ത് ഏകദേശം ലാസ്റ്റ് സർവീസ് തന്നെ മാരുതി കഴിഞ്ഞിട്ട് കിടക്കുവാണ് വണ്ടി. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ടോപ്പ് വേരിയൻ്റ് ആണോ? ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പാണ്. ഇന്നലെ എനിക്ക് ഒരാൾ മെസ്സേജ് ചോദിച്ചേ ഉള്ളൂ, 10,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടികൾ വല്ലതും കിടപ്പുണ്ടോ? 8000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. 8000? അതെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? ഒന്നുമില്ല. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയാണ്? 8000 ഓടിയ ടയർ തന്നെയാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 645. 645. അതെ. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? നമുക്കിതൊരു 50,000 രൂപ 30,000 രൂപ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. അതെ. പെർ ലാക്കിന് എങ്ങനെയാണ് റേറ്റ്? പെർ ലാക്കിന് നമുക്കൊരു 2300 തൊട്ട് 2500 ആ റേഞ്ചാണ് EMI വരുന്നത്. ഇത് 2020 മോഡൽ XUV 300 W8 വേരിയൻ്റ് ആണ്. വണ്ടി 38,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫുൾ കമ്പനി ഹിസ്റ്ററി തന്നെ ഉള്ള വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. മാനുവൽ അല്ലേ? മാനുവൽ. 2020 മാനുവൽ XUV 300 W8. ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പിന് തൊട്ട് താഴെ നിൽക്കുന്നത് W10 ഉണ്ട്. സൺറൂഫ് വരുന്നില്ല, ബാക്കി എല്ലാ ഓപ്ഷനും വരുന്നുണ്ട്. സൺറൂഫിൻ്റെ മാത്രം കുറവല്ലേ? അതെ. ഇതെങ്ങനെ മൈലേജും കാര്യങ്ങളൊക്കെ? ഇത് ഏകദേശം 23 കിട്ടുന്ന വണ്ടിയാണ്. ഡീസൽ അല്ലേ? ഡീസലാണ്. വേറെ അപാകതകൾ ഒന്നുമില്ല. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നുമില്ല. 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയർ ഓടി ടയർ തന്നെയല്ലേ? അതെ. എത്ര ചോദ്യം? 995 വല്ല ഭാഗം വരുമ്പോഴത്തേക്ക്. ഇത് ഇറങ്ങിയ സമയത്ത് എത്ര ഉണ്ടായിരുന്നു? ഏകദേശം ഡീസലിന് ഏകദേശം 15 അടുപ്പിച്ച് വരുന്നുണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നോ? അതെ. W8 ഡീസൽ വണ്ടിക്ക് ഏകദേശം 14 സംതിങ് വരുന്നുണ്ടായിരുന്നു. സിംഗിൾ ഓണർ അല്ലേ ഇത്? സെക്കൻഡ് ഓണർഷിപ്പ് നമ്മളെ പേരിലോട്ടാക്കിയത്. അങ്ങനെ സെക്കൻഡ്? അതെ. കസ്റ്റമർ അങ്ങനെ നമ്മളെ പേരിലോട്ടാക്കി തന്ന വണ്ടിയാണ്. ഇത് 2016 മോഡൽ ഇയോൺ. വണ്ടി 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ടയറും കാര്യങ്ങളെല്ലാം പ്രത്യേകം മാറിയല്ലേ? അതെ, രണ്ടാമത് മാറിയ ടയറാണ്. ആവറേജ് ഉണ്ട്. കസ്റ്റമർ എടുത്തോണ്ട് മാറ്റേണ്ട ആവശ്യമില്ല. തൽക്കാലം ഓടിപ്പോകാനുള്ള ടയറും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 10,000 കിലോമീറ്റർ ഓടും. അതെ. 10ന് മുകളിൽ എന്തായാലും ഓടും. പുതിയ സീറ്റോറും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. പുതുതായിട്ട് ഇട്ടേ അല്ലേ? അതെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി അത്രയ്ക്ക് നീറ്റായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 275. നെഗോസിയേഷൻ കാര്യങ്ങൾ നടക്കും? അതെ. ഇതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കാം. നമ്മളൊരു വില പറയുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലേ? അതെ. ഇത് നമ്മൾ സെല്ലിങ് നേടിയ വിലയാണ്. ഇതായിരിക്കത്തില്ല ലാസ്റ്റ് വില. കസ്റ്റമർ നേരിട്ട് വന്ന് സംസാരിച്ചാൽ നല്ല മാന്യമായ റേറ്റിൽ നിന്നാണ് നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കും. ഇത് 2017 മോഡൽ റെഡിഗോ T ഓപ്ഷനാണ്. വണ്ടി സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ടയറും കാര്യങ്ങളെല്ലാം പുതിയതാണ്. ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ബഡ്ജറ്റ് കാർ നോക്കുന്നവർക്ക് പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് എങ്ങനെ പോയാലും ഒരു 18+ കിട്ടുന്ന വണ്ടിയാണ്. കിട്ടും. അതെ. 2 ഡോർ പവറിൻ്റെ അല്ലേ? 2 ഡോർ പവറിൻ്റെയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയെന്ന് പറഞ്ഞാൽ? 80,000. അപ്പോൾ ടയർ പുതുതായിട്ട് മാറിയിട്ടേ? അതെ, പുതിയ ടയറാണ് കിടക്കുന്നത്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് അങ്ങനെയൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. എത്ര ചോദ്യം? 245. 245? അതെ. 2017 വണ്ടി. ഇത് 2017 മോഡൽ ക്വിഡ് ക്ലൈംബർ ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഏകദേശം 23,000 കിലോമീറ്റർ വരെ കമ്പനി സർവീസ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. അപാകതകൾ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല. വേറെ തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കകത്ത് വന്നിട്ടില്ല. വേരിയന്റ് ഏതാ വണ്ടി? ക്ലൈംബർ RXT വേരിയന്റ് ആണ്. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? ഒരു 18-19 കിട്ടുന്ന വണ്ടിയാണ്. ഉണ്ട്. അതെ. വേറെ അപാകതകൾ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. വണ്ടിക്കകത്ത് നെഗറ്റീവ് പറയാൻ ഒന്നുമില്ല. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. 27,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര ചോദ്യം? 375. അത് 2 ഇയർ വാറന്റി ഉണ്ട്. 2 വർഷം ഉണ്ട് അല്ലേ? അതെ. ഇത് 2017 റെഡിഗോയാണ്. വണ്ടി 35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഒരു ആക്സിഡന്റോ റീപ്ലേസിനോ അങ്ങനെയൊന്നുമില്ല. നേരത്തെ വണ്ടിക്കകത്ത് പറഞ്ഞ കണക്ക് തന്നെ ചെറിയ വിലയ്ക്ക് ഒരു ചെറിയ ഫാമിലി ഒരു വണ്ടി നോക്കുകയാണെങ്കിൽ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരും. ഇതും 2 ഡോർ പവർ വിൻഡോ ആണ്. അതെ, 2 ഡോർ പവർ വിൻഡോ.
AC പവർ സ്റ്റിയറിംഗ്. ഇതിൻ്റെ സീറ്റ് കവർ ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ, അത് ക്ലിയർ ചെയ്ത് കൊടുക്കുമോ? അതെ, അത് കസ്റ്റമർ അത് ആവശ്യപ്പെടുവാണെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും. ക്ലിയർ ചെയ്ത് കൊടുക്കും. അതെ. എത്ര ചോദ്യം? ഇത് 2.45. 2.45. അതെ. ഇത് 2022 വണ്ടി, ആൾട്ടോ LX ആണ്. വണ്ടി ഏകദേശം 22,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അത് ആക്സിഡൻറ്റ് കേസ് റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെയൊന്നുമില്ലല്ലോ? ഒന്നുമില്ല വണ്ടിക്കകത്ത്. വണ്ടി അത് നീറ്റായിട്ട് തന്നെ കിടക്കുവാണ്. എത്ര ചോദ്യം? 3.88. 3.88. അതെ. വിലയിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ അതെ, ഇതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കും. 2 ഇയർ വാറൻറ്റി ഉള്ള വണ്ടിയാണ്. ഇത് 2023 കേട്ടൺ LX ആണ്. വണ്ടി 2000 കിലോമീറ്റർ തികച്ച് ഓടിയിട്ടില്ല. 2000 തികച്ച് ഓടാത്ത വണ്ടിയോ? 1900 സംതിങ് വണ്ടി ഓടിയിട്ടുള്ളൂ. പോലും പൊട്ടിക്കാത്ത. അതെ അതെ. ഇത് LX ആണെങ്കിലും എക്സ്ട്രാ ഇൻഫർടൈൻമെൻറ്റും പവറിൻ്റെ എല്ലാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ചെയ്താ? അതെ. എടി ഇതെല്ലാം പ്രത്യേകം ചെയ്തിട്ട് എന്തിനായിരിക്കും ഇവിടെ കളഞ്ഞത്? വട്ടാണ്. എത്ര ചോദ്യം? ഇത് 4.85. 4.85. ഇത് ഇറങ്ങിയ സമയത്ത് എത്ര കാണും? ഇത് ഏകദേശം 5.75 അടുപ്പിച്ചായിരുന്നു വില വരുന്നത്. 5.65. പിന്നെ ഓഫറും കാര്യങ്ങളെല്ലാം മാരുതി കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നാലും വിൽപ്പന വില അതിനടുപ്പിച്ചെന്തുമായിരുന്നു വരും. അതെ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറക്കുവാണെങ്കിൽ എത്ര രൂപയ്ക്ക് ഇറക്കാം? ഇത് 0 ചെയ്ത് തരാം. 0 ചെയ്യാൻ പറ്റും. അതെ. ഇത് 2019 മോഡൽ ക്യുഡ് RXT ആണ്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വണ്ടി 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 17,000 കിലോമീറ്റർ? അതെ അതെ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെ ഒന്നുമില്ല വണ്ടിക്കകത്ത്. വണ്ടി അത് നീറ്റായിട്ട് തന്നെ കിടക്കുക. വണ്ടിക്കകം നല്ല ക്വാളിറ്റി. അതാ ഞാൻ 17 ഓടിയോന്ന് തന്നെ ചോദിച്ചതാ. ഡോറ് തുറക്കുമ്പോഴേ അതെ, ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യും. അധികം ഡോറൊന്നും ഓപ്പൺ ചെയ്യാത്ത പുത്തൻ വണ്ടികളില്ലേ, അതുപോലെ ഇരിക്കുന്നു. അതാ ഞാൻ ചോദിച്ചത്. വണ്ടി 2 ഇയർ വാറന്റിയും കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നല്ല ടയറാണ്. അതെ അതെ. അവർ 17,000 കിലോമീറ്റർ ഓടിയ ടയർ, അത്രേ ഉള്ളൂ. എത്ര ചോദ്യം? 4.65. 4.65. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? ഏകദേശം ഒരു 18 അങ്ങനെ അടുപ്പിച്ച് എന്തായാലും കിട്ടും. ഇതെങ്ങനെ ടോപ്പ് വേരിയന്റ് ആണോ? വണ്ടിയാണ്. RXT ആണ്. ഇത് 2020 മോഡൽ സാൻഡ്രോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഇതും നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. വണ്ടി അത്ര നീറ്റായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. 50,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് സാൻഡ്രോയുടെ സ്പോർട്സ് ആണോ? അല്ല, എറ എക്സിക്യൂട്ടീവ് ആണ് വേരിയന്റ്. ഇത് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മൈലേജ് ഒരു 16-17 നമുക്ക് കിട്ടും. ആവറേജ് ടയേഴ്സ് ആണ് അല്ലേ? അതെ. 50,000 ഉണ്ടെങ്കിൽ ഇറക്കാം. അതെ അതെ. മിനിമം 0 തന്നെ ചെയ്തു തരാം. 0 മതിയോ? അതെ അതെ. പൈസ ഇല്ലാതെ വന്നാലും വണ്ടി ഇറക്കാം. നമുക്ക് വണ്ടി ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫിനാൻഷ്യൽ ട്രാക്കൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഫണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? 4.45. 4.45. ഇത് 2022 മോഡൽ സെലേറി ZX ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. ഏകദേശം 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. മാരുതി തന്നെ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വേരിയൻ്റ് ഏതാ? ZX. ഫുൾ ഓപ്ഷൻ തൊട്ട് താഴേക്കുന്നുണ്ട്. തൊട്ട് താഴെയുള്ള. അതെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ആ ഓടിയ ടയർ തന്നെയല്ലേ? അതെ. ഒരു 23,000 ഓടിയ ടയർ. എത്ര ചോദ്യം? 5.95. മാരുതി തന്നെ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. ഇതും 2 വർഷം വാറന്റിയും കാര്യങ്ങളുണ്ടോ? മാരുതിയുടെ തന്നെ വാറന്റി ഉണ്ട്. മാരുതിയുടെ കമ്പനി വാറന്റി കിടപ്പുണ്ട് വണ്ടിക്ക്. അപ്പൊ ഈ കമ്പനി വാറന്റി ഉണ്ടെങ്കിൽ അത് കഴിയുമ്പോൾ നിങ്ങളുടെ വാറന്റി കൊടുക്കുമോ? ഇല്ല, കമ്പനി വാറന്റി ഉണ്ടെങ്കിൽ നമ്മളെ വാറന്റി നമ്മൾ കൊടുക്കാറില്ല. ഇല്ല, കാരണം 2 സെയിം തന്നെയാണ്. ഓക്കെ. ഇത് 2013 മോഡൽ നിസാൻ എവാലിയാണ്. ഒരു വാൻ ടൈപ്പ് വണ്ടിയാണ്. ഇതിന്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. വീഡിയോ കണ്ടാണെങ്കിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കാം. ടയറെല്ലാം പുതുതായിട്ട് ഇട്ടല്ലേ? അതെ, മാറ്റിയിട്ടുണ്ട്. 4 ടയറും പുതിയതാണെന്ന് തോന്നുന്നല്ലോ. അത്യാവശ്യം വാൻ ടൈപ്പ് ലക്ഷറി ആയിട്ടൊക്കെ കൊണ്ടുനടക്കാൻ ആഗ്രഹമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഏകദേശമൊക്കെ എന്തായിരിക്കും വില? 4.5 വരുന്ന രീതി അല്ലേ? ഇത് 2022 മോഡൽ ഡ്രൈവർ RXZ ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏകദേശം 11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെ ഒന്നുമില്ല. ലോ കിലോമീറ്റർ 7 സീറ്റർ വണ്ടി സ്വന്തമാക്കാൻ നിൽക്കുന്ന എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെ. വേരിയന്റ് RXZ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്. അതെ അതെ. എത്ര ചോദ്യം?
ഇത് 748. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെ അതെ, അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ടയർ കണ്ടീഷൻ ഒക്കെ എങ്ങനെയാണ്? എല്ലാം ഒരു 10,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. 10,000 ഓടിയിട്ടുള്ളൂ, അത് ഞാൻ ഓർത്തില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ റീപെയിന്റിങ്ങോ ഒന്നും വണ്ടിക്കകത്തില്ല. ഒന്നുമില്ല. ഇല്ല. എത്ര ചോദ്യം? 748. ഇത് 2023 മോഡല് ആൾട്ടോ കേട്ടൺ VX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 7,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. കൂടുതൽ ഓടാൻ വേണ്ടിയുള്ള ടൈം ആയിട്ടില്ല. സത്യമാണ്. വണ്ടി വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. ചെറിയ ബഡ്ജറ്റിൽ ഇതൊക്കെ സീറോ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന വണ്ടിയും കൂടാണ്. ഇത് ബേസ് മോഡലാണോ? ഇത് VX ആണ്. അതെ അതെ. 7,000 കിലോമീറ്റർ മാത്രം ഓടിയ ടയർ. ഓക്കെ. എത്ര ചോദ്യം? ഇത് 495. 495. എന്തെങ്കിലുമൊക്കെ കുറയോ? അതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കാം. കുറയും. അതെ. അത്യാവശ്യം നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ. ഇത് 2020 മോഡൽ i10 മാഗ്ന ആണ്. വണ്ടി 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ആക്സിഡന്റോ റീപ്ലേസിനോ അങ്ങനെ ഒന്നുമില്ല. വണ്ടി നീറ്റായിട്ട് തന്നെ കിടക്കുവാണ്. നമ്മൾ 2 ഇയർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 478. 478. അതെ. നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കാം. അത് ഫൈനൽ റേറ്റ് ആയിട്ട് കാണേണ്ട, അതിനകത്ത് തന്നെ ചെയ്തു തരാം. ടയറൊക്കെ പുതുതായിട്ട് ഇട്ടേ അല്ലേ? അതെ. അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. വണ്ടി അത്ര നീറ്റ് വണ്ടിയാണ്. എടുക്കാൻ തന്നെ ഇത് മെക്കാനിക്കോ കാര്യം വേണമെങ്കിൽ കൊണ്ടുവന്ന് കാണിക്കാം. വണ്ടി അത്രയ്ക്ക് നീറ്റ് വണ്ടിയാണ്. ഇത് 2016 മോഡൽ ക്യുഡ് RXT ആണ്. വണ്ടി 55,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏകദേശം 20 അടുപ്പിച്ച് കിട്ടും. 800 cc ആണ്. 800 ആണല്ലേ? അതെ. ടയറൊക്കെ ആവറേജ് ആണ്. അതെ. മാറ്റേണ്ട ആവശ്യമില്ല. 285. 285. അതെ. ഫുൾ ഫിനാൻസ് വണ്ടി എന്ന് പറയുമ്പോൾ 285 ആണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ. നമുക്ക് 235 തൊട്ട് സ്റ്റാർട്ട് ഉണ്ട്. അതെ. ഇതും 2016 മോഡൽ ക്യുഡ് ആണ്. ഇത് ഏകദേശം 40-നകത്തെ വണ്ടി ഓടിയിട്ടുള്ളൂ. ക്യുഡ് RXL ആണ്. ഒരു ആക്സിഡന്റോ റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി നീറ്റായിട്ട് കിടക്കുന്നത്. നമ്മുടെ 1 ഇയർ വാറന്റി ഉള്ള വണ്ടിയാണ്. ഒക്കെ സീറോ തന്നെ ചെയ്തു കൊടുക്കാനും പറ്റുന്ന വണ്ടികളാണ്. ഇതൊക്കെ സീറോയിൽ പോകുന്ന വണ്ടികളാണ്? അതെ അതെ. ആ ഒരു ആദ്യമേ കാണിച്ച ക്യുഡായാലും ഈ ക്യുഡായാലും നമുക്ക് സീറോ തന്നെ ചെയ്തു കൊടുക്കാൻ പറ്റും. അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസിനോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. ടയറെല്ലാം പുതിയ ടയറാണ്? അതെ, പുത്തൻ ടയറുകളാണ് കിടക്കുന്നത് വണ്ടിക്കകത്ത്. ഓക്കെ. എത്ര ചോദ്യം? ഇതും 285 ആണ്. 285. ഇത് ഏതാ വർഷം? 16 വണ്ടി. 16. അപ്പോൾ ഇതാ വർഷം? 2016. 2016. ഇത് എത്ര കിലോമീറ്റർ? ഏകദേശം 55,000. 55,000. അപ്പോൾ ഇപ്പോൾ കാണിച്ചോ? ഇത് 50 സംതിങ് ആണ് കിലോമീറ്റർ. ആണ്. പക്ഷെ വണ്ടി കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഇതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാണാനൊക്കെ കാര്യങ്ങളെല്ലാം ഉണ്ട്. രണ്ടും ക്വാളിറ്റിയാണ്. പിന്നെ വന്ന് ചൂസ് ചെയ്യാം. അത്യാവശ്യം ക്യുഡ് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം കളക്ഷൻ നമ്മളെ ഇപ്പോൾ ഉണ്ട്. അതെ. നമ്മളെ തിരുവനന്തപുരം ഷോറൂമുകളിലും ബാലരാമപുരത്ത് മുമ്പായിട്ട് എല്ലാം അവൈലബിൾ ആണ് വണ്ടി. ഇത് 2018 മോഡല് ക്യുഡ് RXL ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ടില്ല. പക്ഷേ ആ ഒരു മോഡൽ ക്യുഡ് നോക്കുന്നവർക്ക് വണ്ടി അവൈലബിൾ ആണ്. നമ്മളെ വിളിച്ച് ചോദിച്ചാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയാം. ഇത് 2019 മോഡൽ ആൾട്ടോ LX ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 44,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് നമ്മൾ 2 ഇയർ വാറന്റി കിടക്കുന്ന വണ്ടിയാണ്. അതുമല്ല സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാനും പറ്റും. 2019 അല്ലേ? 19 വണ്ടി. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല വണ്ടിക്കകത്ത്. വണ്ടി അതാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് 348. 348. അതെ. ടയറൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. ലാസ്റ്റ് പ്രൈസ് ആണോ ഈ പറയുന്നത്? ഇല്ല, ഇതിനകത്ത് തന്നെ ചെയ്തു കൊടുക്കാം. കുറയും? അതെ, കുറയും. ഇത് 2016 മോഡൽ പൂന്തോയാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വണ്ടിയുടെ റേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയാം. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതെ അതെ. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ പറ്റും. ഇത് 2018 മോഡൽ ഹെക്സ ഓട്ടോമാറ്റിക് ആണ്. വണ്ടി ഏകദേശം 70,000 കിലോമീറ്റർ അടുപ്പിച്ചാണ് ഓടിയിരിക്കുന്നത്. വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ അല്ല. ഇപ്പോൾ ഹെക്സ ഓട്ടോമാറ്റിക് നോക്കുന്ന കസ്റ്റമേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. സിംഗിൾ ഓണറാണോ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല? അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അതെ അതെ. നമ്മൾ ഫുള്ള് സർട്ടിഫിക്കേഷൻ കാര്യം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 7 സീറ്റർ അല്ലേ? 7 സീറ്റർ. അത്യാവശ്യം പ്രീമിയം ലെവലിൽ വരുന്നൊരു വണ്ടിയാണ്.
ഇത് ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ടായിരുന്നാണ് ഏകദേശം? ഏകദേശം 15 മേളിൽ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ടയറൊക്കെ നല്ല ടയറാണ്, കുഴപ്പമില്ല. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല, ആക്സിഡന്റ് കേസ് അങ്ങനെ ഒന്നുമില്ല. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനെയൊന്നും വന്നിട്ടില്ല വണ്ടിക്കകത്ത്. ഏകദേശം ഇത് ചോദിക്കുന്ന ഒരു പ്രൈസ് ഒന്ന് പറയാമോ? നമുക്ക് ഒരു 10,000-ക്കകത്ത് എന്തായാലും എടുക്കാൻ പറ്റും. അതെ, ഇത് 2023 വെന്യൂ കാപ്പ എസ് ആണ്, 1.2 വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ അങ്ങനെ ഒന്നുമില്ല. വണ്ടി അത് നീറ്റായിട്ട് തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഒരു ഫിക്സഡ് റേറ്റ് വന്നിട്ടില്ല. നമുക്ക് ഏകദേശം ഒരു 9,000-കത്ത് എന്തായാലും എടുക്കാൻ വരും. അതെ. വേറെ ആക്സിഡന്റ് കേസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് അങ്ങനൊന്നും വണ്ടിക്കകത്തില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതൊക്കെ എങ്ങനെയാണ്? ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? ഇത് ഫുൾ ലോൺ കിട്ടാൻ നമുക്ക് കൊടുത്തു നോക്കാം. എന്നാലും മിനിമം ഒരു 1 lakh ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി. 1 lakh വേണം. അതെ. ഇത് 2016 മോഡൽ ക്രിറ്റ SX ആണ്. വണ്ടി 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. വണ്ടി നീറ്റായിട്ട് കിടക്കുവാണ്. നമ്മളെ 2 year വാറൻറ്റി ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെയും റേറ്റും കാര്യങ്ങളും നമുക്കിതുവരെ അവൈലബിൾ അല്ല. എന്നാലും ഏകദേശം ഒരു 8,000-കത്ത് എന്തായാലും എടുക്കാൻ പറ്റും. വേരിൻ്റെ അതായത് SX എന്ന് പറയുമ്പോൾ ടോപ്പാണ്, ടയറൊക്കെ നല്ല ടയറല്ലേ? അതെ, 16 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര ഉണ്ടെങ്കിൽ ഇത് ഇറക്കാം? ഇതും അത് പറഞ്ഞ പോലെ തന്നെ ഒരു 1 lakh മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാം. ഇതൊന്നും നമുക്ക് ഫുൾ ലോൺ കയറുന്ന ഫുൾ ലോൺ നമുക്ക് കൊടുത്തു നോക്കാം. അത്രയ്ക്ക് ട്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് ഇത്രയും ബഡ്ജറ്റുള്ള വണ്ടികൾ. വലിയ വണ്ടികളാവുന്നുണ്ട്. അതെ, ഒരു 6 മുകളിലൂടെ വരുമ്പോൾ അത്രയ്ക്ക് ട്രാക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇതും 2022 മോഡലിൻ നെക്സോൺ ആണ്. വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏകദേശം 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതിൻ്റെയും ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ വന്നിട്ടില്ല. എക്സസർ ആണ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടോപ്പാണോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ആക്സിഡന്റ് കേസ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ്? ഇല്ല, ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. 9,000 കിലോമീറ്റർ മാത്രം ഓടിയ ടയർ. അതെ. ഇത് ചോദ്യം ഏകദേശമൊക്കെ എത്ര വരും? ഏകദേശം നമുക്കൊരു 10,000-കത്ത്. ഇറങ്ങിയപ്പോൾ എത്ര ഉണ്ടായിരുന്നു? ഏകദേശം 13-14 വരുന്നുണ്ടായിരുന്നു. 13 വരുന്നുണ്ടായിരുന്നു. നമുക്ക് 2016 മോഡലിൽ ബലേനോ ആൽഫയാണ്. ഏകദേശം 35,000 കിലോമീറ്റർ വണ്ടി ഓടിയിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും വന്നിട്ടില്ല. വണ്ടി അവൈലബിൾ ആണ്. ഇൻട്രസ്റ്റ് ഉള്ള കസ്റ്റമർ കോൺടാക്ട് ചെയ്താൽ മതി. ഈ റേറ്റും കാര്യം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത്? നിങ്ങൾ വണ്ടി ഇപ്പം വന്നതേ ഉള്ളൂ. 2 ദിവസം ആയതേ ഉള്ളൂ വന്നിട്ട്. നമുക്ക് ഇന്ന് വൈകിട്ടോ നാളെ ഉച്ചയ്ക്ക് മുമ്പായിരിക്കും റേറ്റ് വരുന്നത്. അതെ, ഒരു 6,000-കത്ത് എന്തായാലും കാണും. അതെ. സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വേറെ അപാകതകൾ കാര്യങ്ങളും എല്ലാം ഉണ്ടോ? ഒന്നുമില്ല. ഇത് 2015 മോഡൽ സൈലോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏകദേശം 1.5 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ടാക്സി വണ്ടിയാണ്. അപ്പോൾ ടാക്സി വണ്ടി നോക്കുന്ന ആരും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൻ്റെയും നമുക്ക് വിലയും കാര്യങ്ങളും വന്നിട്ടില്ല, എടുത്തു കൊടുക്കാം. ടാക്സി നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടി തന്നെയാണ്. എന്തെങ്കിലും അപാകതകൾ കാര്യങ്ങളോ? ഒന്നുമില്ല. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. നീറ്റായിട്ട് കിടക്കുക അല്ലേ? അതെ. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ വണ്ടി? നമുക്കൊരു 50 മിനിമം 50 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം, ഇറങ്ങാം. അതെ. നല്ല ടയറുണ്ട്, കുഴപ്പമില്ല. അതെ. ചോദ്യം എത്രയാണെന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇല്ല, ഇപ്പം ഇതിനെപ്പറ്റി റേറ്റിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ. നാളെ ഉച്ചയാവും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ വിലയും കാര്യങ്ങളൊക്കെ ആൾക്കാർ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. ഒരു ടാക്സി വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3-4 വണ്ടികളുടെ വില വിവരവും കാര്യങ്ങളും പുള്ളി പറഞ്ഞിട്ടില്ല. അത് പറയാത്ത കാര്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വന്നേ ഉള്ളൂ പുള്ളി പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വില വിവരവും കാര്യങ്ങളൊക്കെ വന്നു കഴിയും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക. നമ്പർ ഞാൻ എഴുതി കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.